സാധാരണയായി മൊബൈൽ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ചിത്രങ്ങൾ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ചിത്രങ്ങളുടെ അത്രയും മികവൊന്നും തരാറില്ല. എന്നാൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുകയാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ ക്യാമറയിൽ എടുക്കുന്ന ചിത്രങ്ങളെ പോലും ഒരു ഡിജിറ്റൽ ക്യാമറയിൽ എടുക്കുന്ന ചിത്രങ്ങളുടെ അത്രയും മികവും മറ്റും നൽകാൻ നമുക്ക് സാധിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്നാപ്സീഡ്. ഇത് ഗൂഗിൾ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഈ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്നാപ്സീഡ് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ക്യാമറയിൽ എടുത്ത ഒരു ചിത്രത്തെ എങ്ങനെ മനോഹരമാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം സ്നാപ്സീഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിത്രം അത് ഓപ്പൺ ചെയ്യണം. അതിനത് ഇവിടെ താഴെ ഓപ്പൺ ഫോട്ടോ എന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ചിത്രം ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ താഴെ ഒരു എഡിറ്റ് എന്നുള്ള ഒരു ബട്ടണുണ്ട്, എഡിറ്റിൻ്റെ ഒരു ബട്ടണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആദ്യം നമുക്ക് കാണിക്കുന്നത് ട്യൂൺ ഇമേജ് എന്നാണ്. ട്യൂൺ ഇമേജിനെ ഒന്ന് ട്യൂൺ ചെയ്യാൻ പോകുന്നു. അതെടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഏറ്റവും താഴെ ഇപ്പോൾ ബ്രൈറ്റ്നസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ബ്രൈറ്റ്നസ്, എന്നിട്ട് സ്ക്രീനിൽ ഇടത്തോട്ടോ വലത്തോട്ടോ കൈ ചലിപ്പിച്ചുകൊണ്ട് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആവശ്യത്തിന് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ബ്രൈറ്റ്നസ് 40 ആയിട്ടുണ്ട്. നേരത്തെ 0 ആയിരുന്ന ബ്രൈറ്റ്നസ് ഇപ്പോൾ 40 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം സ്ക്രീനിൽ ഈ ചിത്രത്തിൻ്റെ മുകളിലേക്ക് കൈ സ്ക്രോൾ ചെയ്താൽ ബ്രൈറ്റ്നസ് എന്നുള്ളത് മാറി കോൺട്രാസ്റ്റായി. ഇനി കോൺട്രാസ്റ്റിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനായിട്ട് സ്ക്രീനിൽ ഇതുപോലെ ഇടത്തോട്ടോ വലത്തോട്ടോ കൈ ചലിപ്പിച്ചാൽ മതി, സ്ക്രീനിൽ അമർത്തിക്കൊണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ചിത്രത്തിൻ്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു ആവശ്യത്തിന്. അതിനുശേഷം അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ വീണ്ടും സ്ക്രീനിൽ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നു. അപ്പോൾ സാച്ചുറേഷൻ, ഇനി സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്തു നോക്കി. സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ആ കളർ ഡെപ്ത്ത് കൂടുന്നതായിട്ട് കാണാം. ആവശ്യത്തിനനുസരിച്ച് കളർ ഡെപ്ത്ത് കൂട്ടി. അടുത്ത ഓപ്ഷൻ ഉണ്ട് ഇതുപോലെ ആംബിയൻസ് ഇതുപോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ചിത്രത്തിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് ശ്രദ്ധിക്കാം. ആംബിയൻസ് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത ഓപ്ഷൻ ഉണ്ട് ഷാഡോ ഇതുപോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ചിത്രത്തിന് ആവശ്യമായ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നു. അടുത്ത ഓപ്ഷൻ ഹൈലൈറ്റ്സ്. ഓക്കെ, അതും അഡ്ജസ്റ്റ് ചെയ്തു. അടുത്ത ഓപ്ഷൻ വാംത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അതും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഇത് സേവ് ആവാനായിട്ട് ഇവിടെ ഏറ്റവും താഴെ വലത് സൈഡിലായിട്ടുള്ള ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തു. അപ്പോൾ പിക്ചറിൽ അത്രയും വ്യത്യാസം വരുത്തി. ഇനി എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നതെന്ന് കാണാൻ ഈ ചിത്രത്തിൽ തന്നെ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ചിത്രത്തിൻ്റെ രൂപം എങ്ങനെയായിരുന്നു നമുക്ക് കാണാം. കൈ എടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത വ്യത്യാസം ആ ചിത്രത്തിൽ കാണാം. ഇനി തീർന്നില്ല, ഇത്രയല്ല, ഇനി കൂടുതൽ ഇതിനകത്ത് നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷനുകൾ വേറെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ എഡിറ്റ് ഓപ്ഷനിലെ ട്യൂൺ ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് കാണുന്ന ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് ചിത്രത്തെ ക്രോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമായ രീതിയിൽ ചിത്രത്തിൻ്റെ ഏത് പോർഷൻ എത്രയും ക്രോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് നമുക്ക് ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്തതിന് ശേഷം ഓരോ ചേഞ്ചസും അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ താഴെ വലത്തേ അറ്റത്തെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞു വീണ്ടും എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. ഞാനിത് എല്ലാം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ ദൈർഘ്യം കൂട്ടുന്നില്ല. നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അടുത്തതായിട്ട് ഇതിനകത്ത് ഉള്ള ഒരു ഓപ്ഷനാണ് ഹീലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കിപ്പം മുഖത്തേക്കുള്ള ചില പാടുകളോ കറുത്ത അടയാളങ്ങളോ ഒക്കെ മാറ്റുന്നതിന് ഈ ഹീലിംഗ് ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഈ ചിത്രത്തിനകത്ത് സൂം ചെയ്തിട്ട് ഇപ്പം അത് 2 കൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് സൂം ചെയ്യാം. ഇതുപോലെ ചിത്രം സൂം ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഒരു കറുത്ത അടയാളം കാണും. ആ അടയാളത്തെ മാറ്റാനായിട്ട് നമുക്ക് ഈ ഹീലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്താൽ മതി.
കണ്ടില്ലേ, ആ അടയാളം മാറുന്നു. വീണ്ടും 2 വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ചിത്രത്തെ മൂവ് ചെയ്യിച്ച് എവിടെയെങ്കിലും കറുത്ത അടയാളങ്ങളുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ കറുത്ത സ്പോട്ടുകളൊക്കെ ഹീൽ ചെയ്യും, മായ്ക്കും. അങ്ങനെ സൂം ചെയ്തുകൊണ്ട് ചിത്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലുള്ള അടയാളങ്ങളൊക്കെ നമുക്കിതുപോലെ മാറ്റി ചിത്രത്തെ കൂടുതൽ മികച്ചതാക്കാം. ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ഹീലിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ അടയാളങ്ങളുണ്ടായിരുന്നത് നമ്മൾ മായ്ച്ചു കഴിഞ്ഞു. കൂടെ നമുക്കിത് ചിത്രം നേരത്തെ എങ്ങനെ ആയിരുന്നു എന്നറിയണമെങ്കിൽ ഈ ചിത്രത്തിൽ തന്നെ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. ഹീലിംഗ് ചെയ്തതിന് ശേഷം ഈ താഴത്തെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, അത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോക്കി ചിത്രത്തിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ അറിയാം ആദ്യം ഈ ചിത്രം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്ത് വ്യത്യാസം വരുന്നു. ഉണ്ടല്ലേ, വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റുന്നു. ആ മുഖത്തെ കറുത്ത അടയാളമൊക്കെ നേരത്തെ ഉള്ളത് മാറുന്നത് കാണാം. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഹീലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എന്താ നോക്കി. ഇനി അടുത്ത് വീണ്ടും എഡിറ്റ് ഓപ്ഷനിൽ അടുത്ത ഓപ്ഷനിലേക്ക് നോക്കുന്നു. ഗ്ലാമർ ഗ്ലോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതാ ഇവിടെ കാണുന്ന ഗ്ലാമർ ഗ്ലോ. അത് ഒരു ഗ്ലോ എഫക്റ്റ് കൊടുക്കാനാണ്, ഒരു തിളക്കം, ചിത്രത്തിന് മൊത്തത്തിൽ ഒരു തിളക്കം നൽകും. അത് ഇതുപോലെ വലത്തോട്ട് കൈ ചലിപ്പിച്ചുകൊണ്ട് ആ ഗ്ലോയുടെ എഫക്റ്റ് എത്രത്തോളം കൂടുതൽ കൂട്ടണമോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് നൽകാൻ പറ്റും. കുറയ്ക്കണമെങ്കിൽ ബാക്കിലോട്ട് ഇടതോട്ട് കൊടുത്താൽ മതി, കൈ ചലിപ്പിച്ചാൽ മതി. അപ്പം ഒരു ഗ്ലോ എഫക്റ്റ് ഞാനിപ്പോൾ ഇവിടെ നൽകി. അപ്ലൈ കൊടുക്കുന്നു. വീണ്ടും എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ പല എഫക്ട്സുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വിൻറ്റേജ് എഫക്റ്റ് കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം. ഒരു വിൻറ്റേജ് എഫക്റ്റ് കിട്ടും. ആ വിൻറ്റേജ് എഫക്റ്റിൽ തന്നെ അതുണ്ട് ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ, സ്റ്റൈൽ, സ്ട്രെങ്ത്, വിഗ്നെറ്റ്, സ്ട്രെങ്ത്, ഇങ്ങനെ ആ വിൻറ്റേജ് എഫക്റ്റിൻ്റെ പല ഓപ്ഷൻസ് തന്നെ വീണ്ടും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കാണാം. എല്ലാ ഓപ്ഷൻസും നമ്മൾ നൽകിയതിന് ശേഷം ഇവിടെ താഴെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അത് ആ എഫക്റ്റ് പർട്ടിക്കുലർ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, വേണ്ട എങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഇൻഡു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ആ എഫക്റ്റ് അപ്ലൈ ചെയ്യത്തില്ല. അതുവരെ ചെയ്ത എഫക്റ്റുകൾ മാത്രമേ അതിന് ഉണ്ടാവുകയുള്ളൂ. ഇനി ഏറ്റവും താഴെയായിട്ട് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പിക്ചറിന് എന്തെങ്കിലും ഫ്രെയിം കൊടുക്കണമെങ്കിൽ ഇപ്പോൾ കണ്ടൊരു വെള്ള ഫ്രെയിമാണ് വന്നത്. കൂടുതൽ ഫ്രെയിമുകളുണ്ട്. നമ്മൾ ഒരു പർട്ടിക്കുലർ ഫ്രെയിം എടുത്തിട്ട് നമ്മൾ വലത്തോട്ട് ഇതുപോലെ സ്ക്രോൾ ചെയ്താൽ ഈ ഫ്രെയിമിൻ്റെ വിഡ്ത്ത് നമുക്ക് വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേറെ ഇപ്പോൾ വൈറ്റ് കളറിലെ ഒരു ഫ്രെയിമാണ് ചുറ്റും വന്നിരിക്കുന്നത്. വേറെ തരത്തിലുള്ള ഫ്രെയിം കാണണമെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഫ്രെയിമുകളുണ്ട്. ഏത് വേണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് താഴെ നിന്ന് സെലക്ട് ചെയ്യാം. ഏത് ടൈപ്പ് ഫ്രെയിം വേണമെങ്കിലും ഉണ്ട്. കറുത്ത കളറിൽ ഫ്രെയിമുണ്ട്. പല ടൈപ്പ് ഫ്രെയിംസ് നമുക്കിവിടെ കാണാം. ഇഷ്ടമുള്ള ഫ്രെയിം സെലക്ട് ചെയ്യുക. അതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ സ്ക്രീനിൽ ഇടത്തോട്ടോ വലത്തോട്ടോ കൈ ചലിപ്പിച്ച് അതിൻ്റെ വിഡ്ത്ത്, ഫ്രെയിമിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ആ എഫക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് താഴെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ചിത്രം ഇത് വീഡിയോയിലൂടെ കാണുന്നതുകൊണ്ടാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു. ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്നും ആദ്യം എന്തല്ലേ വളരെ ഡാർക്കായിരുന്ന ഒരു ചിത്രമാണ്, പക്ഷേ അത് എഫക്ട്സ് കൊടുത്തപ്പോൾ വളരെ മനോഹരമായൊരു ചിത്രമായിട്ട് മാറി. അപ്പം നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ ഉപയോഗിക്കുന്ന പ്രൊഫൈൽ ചിത്രങ്ങളൊക്കെ ഇതുപോലെ മൊബൈൽ വെച്ചെടുക്കുന്ന സെൽഫിയൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിച്ച് വളരെ സുന്ദരനും സുന്ദരിയും ഒക്കെ ആകാൻ ഈ സ്നാപ്സീഡ് എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സഹായിക്കും. ഇത് ഫ്രീ ആപ്ലിക്കേഷനാണ്. ഗൂഗിൾ നേരിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ മനോഹരമായൊരു ആപ്ലിക്കേഷനാണ്. ഇതേപോലെ ഇത്രയും എഡിറ്റിംഗ് ചെയ്തതിന് ശേഷം ഈ പിക്ചർ സേവ് ചെയ്യാനായിട്ട് ഇത് ഏറ്റവും മുകളിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പിക്ചർ സേവ് ആകും. എന്നിട്ട് നിങ്ങളുടെ ഗാലറിയിലേക്ക് നിന്നും നിങ്ങൾക്കിത് ഈ ചിത്രത്തെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ ഉപയോഗപ്രദമായ കൂടുതൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ വേറെ നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗപ്രദമായെന്ന് തോന്നുന്ന വേറെ ഏതെങ്കിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അവ താഴെ കമൻറ്റ് ചെയ്യാം. ഇത്തരം വീഡിയോകൾ ഇനിയും കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്.